കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായുള്ള വീണ ജോർജിന്റെ കൂടിക്കാഴ്ച അവസാനിച്ചു. ചർച്ച ക്രിയാത്മകമായിരുന്നുവെന്ന് വീണ ജോർജ് പറഞ്ഞു. ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യം പരിഗണിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ആശാപ്രവർത്തകർ ഇന്ന് സമരം അവരുടെ 51ാം ദിവസത്തിലാണ്. അവർ കാത്തിരിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ആശാവഹമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നറിയാൻ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? അല്പസമയം മുമ്പാണ് കൂടിക്കാഴ്ച അവസാനിച്ചത്. മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഇവിടെ നിന്നും പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. പോസിറ്റീവായിരുന്നു ചർച്ച എന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അടക്കമുള്ളവർ ചർച്ചയിൽ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളത് കേരളത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കുടിശ്ശിക അടക്കമുള്ള വിഷയങ്ങൾ കാര്യത്തിലും അനുകൂലമായ തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അവർ അല്പസമയത്തിനുള്ളിൽ കേരള ഹൗസിൽ എത്തുകയും വിശദമായി ഇക്കാര്യങ്ങളിൽ കാര്യങ്ങൾ പറയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ശരി, വീണ ജോർജിന്റെ പ്രതികരണം വരികയാണ്, കേൾക്കാം. ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പുമായിട്ട് ചർച്ച നടത്തി. എൻ്റെ ഒപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ കൊബ്രാഗഡെ ഉണ്ടായിരുന്നു. മിനിസ്ട്രിയിൽ നിന്ന് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മറ്റ് ഹയർ ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ആശാ സമരം സംബന്ധിച്ച കാര്യങ്ങൾ, ആശമാരുടെ പൊതുവിഷയങ്ങൾ, പ്രശ്നങ്ങൾ അദ്ദേഹം വളരെ വിശദമായിട്ട് കേട്ടു. അതിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇൻസെൻറ്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ നമുക്ക് 19ാം തീയതിയാണ് നമ്മൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചത്. 20ാം തീയതി അദ്ദേഹത്തിന് തിരക്കായിരുന്നത് കൊണ്ടാണ് എന്നുള്ളത് അദ്ദേഹം അറിയിച്ചു. അതിൽ ആ അപ്പോയിൻമെൻറ്റ് നമ്മൾ തേടിയതിലാണ് ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെയും കൂടി സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് കണ്ടത്. ഇതുകൂടാതെ സംസ്ഥാനം നടത്തുന്ന TB എലിമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. നല്ല നിലയിൽ, ഏറ്റവും നല്ല നിലയിൽ രാജ്യത്ത് കേരളം ആണ് നടത്തുന്നത് എന്നുള്ളത് പറഞ്ഞു. മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു 4 വിഷയങ്ങളാണ് സംസാരിച്ചത്. ഒന്ന് ആശാമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, അതോടൊപ്പം തന്നെ നമ്മുടെ ആശമാർ ഉയർത്തുന്ന വിഷയങ്ങൾ, അത് കേന്ദ്ര സ്കീമാണ് ആശ എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുൻപാകെ കാര്യം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചു. ഇതുതന്നെയാണ് ആദ്യമായിട്ട് 1ാമത്തെ അജണ്ടയായിട്ട് സംസാരിച്ചത്. അതോടൊപ്പം നമുക്ക് 2023-24 ശേഷിക്കുന്നത് നൽകുന്നത് സംബന്ധിച്ച കാര്യം അതും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ച് അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണമെന്നുള്ളതും അഭ്യർത്ഥിച്ചു. അപ്പോൾ കേരള സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് പരിശോധിക്കാമെന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം ഈ ഓൺലൈൻ ഡ്രഗ്സ് വിൽപ്പന, ഇപ്പോൾ പല ജിമ്മുകളിൽ ഡ്രഗ് കൺട്രോളറൊക്കെ നടത്തിയ റെയ്ഡിൽ സ്റ്റെറോയിഡ്സ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റെറോയിഡ്സ് കണ്ടെത്തിയിരുന്നു. ഏത് മരുന്നും ഓൺലൈനിൽ അവൈലബിൾ ആകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് നേരത്തെ തന്നെ റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നെങ്കിൽ ഇക്കാര്യവും ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതിൽ 1ാമത്തെ വിഷയമായിട്ട് ഈ ഇന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് തേടിയത് എന്നുള്ള കാര്യവും, അങ്ങനെ 1ാമത്തെ കാര്യം അതുതന്നെയാണ് ചർച്ച ചെയ്തത്. ഈ ആശാസമരത്തിന്റെ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി ലഭിച്ചോ? ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഫണ്ടാണല്ലോ കൂട്ടേണ്ടത്. അക്കാര്യത്തിൽ എന്തെങ്കിലും അത് ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും കൂടെയാണ്. 60-40 അതായത് 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാരുമാണ്. അപ്പോൾ ഇക്കാര്യം
കേന്ദ്രത്തിൻ്റെ പരിഗണനയിലാണ് എന്നുള്ളത്. ക്ഷമിക്കണം, എനിക്ക് വൈറൽ ഫീവറിന് ശേഷമുള്ള ആ ഒരു ഇൻഫെക്ഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 60-40 എന്നുള്ളത് 40 സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം അത് പരിശോധിക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനയിലാണെന്നുള്ളത് പറഞ്ഞു. എയിംസിന്റെ കാര്യത്തിലോ കേരളത്തിൽ അക്കാര്യവും പറഞ്ഞിരുന്നു. എയിംസിൻ്റെ കാര്യവും സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്ഥലം കൊടുത്തത് സംബന്ധിച്ചും, അതായത് 150 ഏക്കർ ഗവൺമെൻറ് ലാൻഡും 50 ഏക്കർ അക്വിസിഷനും അതിൻ്റെ പ്രോസസ്സ് ഉൾപ്പെടെയുള്ള ഡോക്യുമെൻ്റ് കൊടുത്തതും മിനിസ്ട്രിയിൽ ഉള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അത് കേരളത്തിന് അത് വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടും. അത് ലഭിക്കും, അത് വൈകാതെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആദ്യ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് ലഭിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്കത് നൽകാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അടുത്ത ഒരു എയിംസ് അനുവദിക്കുന്ന ഘട്ടത്തിൽ നൽകാമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് ഇന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഒന്നും കേരളത്തിന് തരാനില്ല എന്നാണ് രാജ്യസഭയിൽ JP നദ്ദ പറഞ്ഞത്. അപ്പോൾ ആ കുടിശ്ശികയുടെ കാര്യത്തിൽ ഒരു കൃത്യമായൊരു ഞാൻ ഈ മീറ്റിങ്ങിൽ ആ വിഷയം ഉയർത്തി, ഈ വിഷയം പറഞ്ഞിരുന്നു. അപ്പോൾ അത് പരിശോധിക്കാമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. പൊതുവിൽ പോസിറ്റീവായിട്ടുള്ള, അപ്പം അങ്ങനെ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടിയാണ് ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ശേഷിക്കുന്നുള്ളത് അത് ഓഫീസേഴ്സിനോട് അത് പരിശോധിച്ചിട്ട് അതിലാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ സാമ്പത്തിക വർഷം നടത്താമെന്നുള്ളതും പറയുകയുണ്ടായി. പൊതുവിൽ വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയങ്ങളെ സമീപിച്ചത്. ആ നിലയിൽ തന്നെ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. ആശമാരുടെ വിഷയം സംബന്ധിച്ച കാര്യത്തിൽ വളരെ വിശദമായി തന്നെ, ഒന്നാമത് അത് തന്നെയാണ് ചർച്ച ചെയ്തത്. വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം കേട്ടു. അതിനുശേഷം ആണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ പരിശോധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സും അക്കാര്യം പറയുകയുണ്ടായി. പണം തരുന്നതിൽ അതിൽ എന്താണ് അവർ എന്ത് നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഫണ്ട് ലാപ്സായെന്നുള്ളത്? ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. കാരണം 2023-24 മുതൽ നമ്മൾ പറയുന്ന കാര്യമാണല്ലോ. അതായത് അത് കോബ്രാൻഡിങ് സംബന്ധിച്ച വിഷയമാണ്. അപ്പോൾ അത് ആദ്യം ഡിസംബറിൽ നമ്മളത് നൽകിയിരുന്നു. അതിനുശേഷം വേറൊരു രീതിയിൽ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും അന്ന് നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ അതെല്ലാം പറഞ്ഞിരുന്നു. അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഫർദർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ഈ കൂടിക്കാഴ്ച ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുന്നു എന്ന മന്ത്രിയുടെ ഉറപ്പ്, അതെല്ലാം ഈ ആശാ സമരത്തെ സ്വാധീനിക്കുമെന്ന്, അല്ലെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് മന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട, അതായത് കേന്ദ്ര സ്കീമാണല്ലോ ആശ, കേന്ദ്രാവിഷ്കൃത സ്കീമാണ് ആശ. അപ്പോൾ അതുകൊണ്ടാണ് നിരാഹാര സമരത്തിന് മുൻപ് നടന്ന ചർച്ചയിൽ അവരോട് ഞാൻ പറഞ്ഞത് ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ നമുക്ക് ഉന്നയിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്ന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് ശ്രമിച്ചതും മെയിൽ അയച്ചതും 19-ാം തീയതി. അപ്പോൾ ഇന്നത്തെ കൂടിക്കാഴ്ച തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ. നമുക്കൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആശ, അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമല്ലോ. അതായത് കേന്ദ്ര ഗൈഡ് ലൈനിൽ സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഇക്കാര്യവും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മുമ്പാകെ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം സംസാരിച്ചു. നൽകിയ റെപ്രസെൻറ്റേഷനിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റി വർക്കേഴ്സ് ആക്കണം എന്നുള്ള ആവശ്യം പറയുകയുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ, കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ മുൻപാകെ നമ്മുടെ സംസ്ഥാനത്തെ ആശമാർക്ക് വേണ്ടിയിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെയും നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ JP നദ്ദ, അദ്ദേഹം കേന്ദ്ര ആരോഗ്യ മന്ത്രിയെ ചുമതലയേറ്റതിന് ശേഷം ഞാൻ വന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയിലും ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം ഞാൻ പറയുകയും ഇവിടെ നിന്ന് തന്നെ നിങ്ങളോട് ഇക്കാര്യം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ചർച്ചയിലും ഈ വിഷയം സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു, വളരെ പ്രാധാന്യത്തോടു കൂടി ആണ് ഈ വിഷയം വളരെ വിശദമായി സമയമെടുത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും, ഈ നിലയിലാണ് സ്കീം എന്നുള്ളത് ആശമാരോട് അത് പറയണം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഈ നിലയിലാണ് കേന്ദ്ര സ്കീം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയണം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി.